ചില പരാജയങ്ങൾക്ക് വിജയത്തെക്കാൾ തിളക്കമുണ്ടാകും. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ തിരുവല്ലയിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചപ്പോൾ അവർക്ക് മുന്നിൽ തെളിഞ്ഞത് ഒരു യുവ നേതാവിൻ്റെ മുഖമാണ്. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറി പദവിയിൽ നിന്നും ജനകീയനായ ഒരു പോരാളിയിലേക്കുള്ള അനൂപ് ആന്റണിയുടെ വളർച്ച ശരിക്കും അത്ഭുതകരമായ രീതിയിലായിരുന്നു. തിരുവല്ലയെ ഞെട്ടിച്ച ആ രണ്ടാം സ്ഥാനത്തിന് പിന്നിലെ രഹസ്യം ശരിക്കും എന്താണ്? പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും പ്രമുഖമായ മണ്ഡലങ്ങളിലൊന്നാണ് തിരുവല്ല. 1957 രൂപീകൃതമായ ഈ മണ്ഡലം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള, എന്നാൽ എല്ലാ വിഭാഗങ്ങൾക്കും നിർണായക സ്വാധീനമുള്ള രാഷ്ട്രീയ ഭൂമിയാണ്. ദശാബ്ദങ്ങളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച കോട്ടയായിട്ടാണ് തിരുവല്ല അറിയപ്പെട്ടിരുന്നത്. പ്രത്യേകിച്ച് ജനതാദൾ എസ് നേതാവ് മാത്യു ടി തോമസ് കഴിഞ്ഞ 4 തവണയും ഇവിടെ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾക്കും UDFനും ശക്തമായ വേരോട്ടമുള്ള ഇവിടെ BJP കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വോട്ട് വീതം വർദ്ധിച്ചു വരികയായിരുന്നു. ഇത്തവണ തിരുവല്ലയിൽ നടന്നത് പ്രവചനാതീതമായ ഒരു പോരാട്ടം തന്നെയായിരുന്നു. UDFനായി കേരള കോൺഗ്രസിൻ്റെ വർഗീസ് മാമൻ വിജയിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചത് രണ്ടാം സ്ഥാനത്തിനായി നടന്ന ഉശിരൻ പോരാട്ടമാണ്. BJP സ്ഥാനാർത്ഥിയായ അനൂപ് ആന്റണി 43,078 വോട്ടുകൾ നേടിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. സിറ്റിംഗ് MLA ആയ മുൻ മന്ത്രി മാത്യു ടി തോമസ് ആകട്ടെ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തു. അനൂപ് ശരിക്കും ഒരു ചരിത്ര നേട്ടം തന്നെയാണ് കൈവരിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ 14% വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ അനൂപിന് സാധിച്ചു. കൂടാതെ 1ലേറെ റൗണ്ടുകളിൽ ലീഡ് നിലനിർത്താൻ സാധിച്ചതും വലിയ നേട്ടം തന്നെയായിട്ടാണ് കരുതാൻ സാധിക്കുന്നത്. ഇത് BJPയെ സംബന്ധിച്ചോളം കേരളത്തിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നാണ്. അപ്പർ കുട്ടനാടൻ കാർഷിക ജനത ആവേശോജ്വല പിന്തുണയാണ് അനൂപ് ആന്റണിക്ക് നൽകിയത്. കേന്ദ്ര കാർഷിക നയങ്ങളുടെ പിന്തുണയും കിസാൻ സമ്മാൻ നിധി അടക്കമുള്ള പദ്ധതികളും ജനങ്ങൾ ഏറ്റെടുത്തു. കുറ്റൂർ, പെരിങ്ങര, നിരങ്ങുണം, നെടുമ്പരം തുടങ്ങിയ അപ്പർ കുട്ടനാടൻ മേഖലയിൽ BJPക്ക് മികച്ച മുൻതൂക്കം തന്നെ ലഭിക്കുകയും ചെയ്തു. പരമ്പരാഗത CPM വോട്ടുകളിൽ വലിയ വിള്ളൽ വീഴ്ത്താനും അനൂപ് ആന്റണിക്ക് സാധിച്ചു. ഡബിൾ എഞ്ചിൻ MLA എന്ന മുദ്രാവാക്യം ഉയർത്തി കേന്ദ്ര പദ്ധതികൾ നേരിട്ട് തിരുവല്ലയിൽ എത്തിക്കാമെന്ന അവകാശവാദം ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായി. പ്രളയ സമയത്തും കോവിഡ് കാലത്തും തിരുവല്ലയിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയ സേവന പ്രവർത്തനങ്ങൾ വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിൽ മതിപ്പുളവാക്കിയിട്ടുണ്ട്. യുവമോർച്ചയുടെ ദേശീയ സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുള്ള അനൂപ് ആന്റണി ദേശീയ തലത്തിൽ തന്നെ പാർട്ടിയുടെ നയരൂപീകരണങ്ങളിൽ വിവിധ രീതിയിൽ പങ്കാളിയായിട്ടുണ്ട്. മുൻ ഉപപ്രധാനമന്ത്രി AK അദ്വാനിയുടെ ജനസേവന യാത്രയിൽ സുപ്രധാന ചുമതല അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തോൽവീര്യം തടരാത്ത പോരാട്ട വീര്യമാണ് അനൂപ് ആന്റണിയെ വ്യത്യസ്തനാക്കുന്നത്. തനിക്ക് 2ാം സ്ഥാനം നൽകിയ തിരുവല്ലയ്ക്കൊപ്പം താൻ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് അനൂപ് ആന്റണി ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷവും പറയുന്നത്. മാറ്റത്തിൻ്റെ ഈ കാറ്റിൽ വരും നാളുകളിൽ തിരുവല്ലയിലെ കാറ്റ് എങ്ങോട്ട് നീങ്ങുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.